السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പേര് അൽഹംദുലില്ലാ, അങ്ങനെ നമ്മൾ ഹദീത്ത് ക്ലാസ്സിന്റെ 4-ാമത്തെ ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം നമ്മുടെ ഹദീത്ത് ക്ലാസ്സിന്റെ ആദ്യത്തെ 3 ദിവസങ്ങളിലായി നിയ്യത്തിനെ കുറിച്ചും നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് മടങ്ങേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓരോ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയാവുക എന്നുള്ള ഉദ്ദേശ ശുദ്ധീകരണത്തെക്കുറിച്ചും ഒക്കെ നാം സംസാരിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 4-ാമത്തെ ദിവസമായ ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 3 കാര്യങ്ങളെയും ഒരുമിച്ച് ചെയ്യാൻ നമുക്കേറെ ആവശ്യമായതും നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകരിക്കുന്നതുമായ മനുഷ്യനെ ഏറ്റവും നല്ലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന് ഏറ്റവും അനിവാര്യമായ ഒരു സ്വഭാവ രീതിയാണ്. ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ നിയ്യത്ത് ശുദ്ധീകരിച്ച് നാം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നാം പല ചെയ്തു പോയ തെറ്റുകളിൽ നിന്നൊക്കെ ഖേദിച്ച് മടങ്ങി ഓരോ കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോഴും നമുക്ക് പല പരീക്ഷണങ്ങളും പല ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും സംഭവിക്കും. അപ്പോ അത്തരം നേരങ്ങളിൽ എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്ന നിലക്ക് ഒരു മനുഷ്യന് അവന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സ്വഭാവ രീതിയാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായി അതിനെ പറ്റിയുള്ള ഒരു ഉദാഹരണം തന്നെ പറയാം. ക്ഷമക്ക് ആട്ടിൻ സൂപ്പിന്റെ ഫലമുണ്ട്, അല്ലെ? ആട്ടിൻ സൂപ്പിന് ക്ഷമയുടെ ഫലമുണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ ക്ഷമയെ കുറിച്ചാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയെ കുറിച്ച് പഠിക്കാനും അത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഓരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, നമ്മുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് സംസാരിച്ചു. ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും പടച്ചവനെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാവുക. അപ്പോൾ ലോകമാന്യത്തിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി ഓരോ കാര്യങ്ങളെയും അള്ളാഹുവിന് വേണ്ടിയാക്കാൻ നമുക്ക് സാധിക്കും. അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നാൽ സംഭവിച്ചു പോകാവുന്ന പല ക്രൈസിസുകളുണ്ട്, ക്രൈറ്റീരിയകളുണ്ട്. അതിനെയൊക്കെ നമുക്ക് ഭേദിച്ച് മറികടക്കാൻ സാധിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ക്ഷമ എന്ന് പറയുന്നത്, സബർ എന്ന് പറയുന്നത്. സബറു നിസ്ഫുൽ ഈമാൻ. അങ്ങനെ ക്ഷമയെ കുറിച്ച് നാം ഓരോരുത്തരും വളരെയേറെ കേട്ടിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ക്ഷമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സബ്ർ എന്ന് പറഞ്ഞാൽ ദിയാ ആണ്. പേഷ്യൻസ് ഈസ് ലൈറ്റ്. ക്ഷമയെന്ന് പറയുന്നത് പ്രകാശമാണ്. നമുക്കറിയാം, ജീവിതത്തിന്റെ പല പ്രയാസഘട്ടങ്ങളിലും നാം വഴിമുട്ടി നിൽക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് ഇരുട്ടാണ്. ഇരുട്ടുണ്ടാകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ വഴി നടക്കാൻ പ്രകാശമില്ലാതെ നമുക്കൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് തമസ്സകറ്റുന്നത്
പ്രകാശമാണ് തമസ്സിനെ അകറ്റുന്നത്. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് ഇരുട്ടാണ് നൽകുന്നത്. ആ ഇരുട്ട് മൂലമാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ വേവലാതിപ്പെട്ട് നാം ഇരിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രകാശമായി, നമ്മുടെ തമസ് അകറ്റാൻ നമുക്ക് വെളിച്ചമായി നമ്മുടെ മുന്നിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് തന്നെ പറയാം ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു സാഹചര്യത്തിലും നാം ക്ഷമിച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക്, കാരണം എന്തും ശാശ്വതമല്ല, ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ല. പ്രയാസം ശാശ്വതമല്ല, സന്തോഷം ശാശ്വതമല്ല, അങ്ങനെ ഒരു കാര്യവും ശാശ്വതമല്ല. നാം സന്തുഷ്ടരായിരിക്കുന്ന സമയത്ത് നാം ആ സന്തോഷത്തിന്റെ അവസ്ഥയിൽ അങ്ങനെ പോകും. അത് നമുക്ക് പ്രയാസം ഒരിക്കലും നൽകുന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നാൽ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അങ്ങനെയല്ല. നമുക്ക് മാനസികമായി നല്ല തകർച്ചയുണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അലർച്ചയായിരിക്കും. ആ സമയത്ത് നമുക്ക് ഭയങ്കര വിഭ്രാന്തിയായിരിക്കും. അതാണ്. അപ്പോ സന്തോഷം കടന്നത് പോലെ തന്നെ ഈ പ്രയാസവും കടന്നു പോകും, ഒരിക്കലും അതിൽ തന്നെ നാം നിലനിൽക്കുകയില്ല. അവിടെയാണ് നമുക്ക് ക്ഷമയെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പൊ എത്രത്തോളം നാം ക്ഷമിക്കുന്നു അത് നമുക്ക് പ്രകാശമായി വരും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. എനിക്കിവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നാം ക്ഷമയെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ പ്രയാസമാകുന്ന സമയത്ത്, നമുക്ക് ഇരുട്ടിലാകുന്ന സമയത്ത് നമുക്കൊരു വെളിച്ചമേന്തുന്ന ഒരു റാന്തലായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ക്ഷമയാണ്. അപ്പൊ ക്ഷമ നമുക്ക് നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ മുന്നിലെത്തും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ ക്ഷമയെക്കുറിച്ച് നാം എപ്പോഴും പറയാറുണ്ട്, ക്ഷമിക്കണം എന്നൊക്കെ പറയും. ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ടെന്ന് പറയും. പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങൾ അതിര് കടന്നു പോകുമ്പോൾ ക്ഷമിക്കുന്നതിന് അതിരുണ്ടെന്ന് പറയും. എന്നാൽ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ക്ഷമക്കൊരു അതിരില്ല. നമ്മുടെ നമുക്ക് വേറൊരാൾ ബുദ്ധിമുട്ട് ചെയ്യുന്നത് അനീതിയാണെങ്കിൽ, അത് അക്രമമാണെങ്കിൽ അത് വേറെ വിഷയം. അല്ലാതെ നമുക്ക് എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുന്നോ അതിലും, അത് അഗ്രഗണ്യരാണെങ്കിൽ, ഒരു മുഅ്മിനിന്റെ അഗ്രഗണ്യാവസ്ഥയിലേക്കാണ് ഒരാൾ എത്തുന്നതിൽ എങ്കിൽ അതിനും ക്ഷമക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളം വിജയം കൈവരിക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, പരസ്പരം രണ്ടുപേര് അടിയുണ്ടാകുമ്പോ, ഇപ്പൊ പുറമേലേ നമുക്ക് ഓരോ ആൾക്കൊരു കുറിച്ച് പറയുമ്പോൾ പറയാൻ പറ്റും ക്ഷമിച്ചാ പോരെ എന്നുള്ള നിലക്ക്. പക്ഷെ നമ്മൾ തന്നെ ഒരു വിഷയത്തിൽ വരുമ്പോഴാണ് വിഷയം ഉണ്ടാവുക. അത് പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുക്കണം. ആദ്യം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക, ക്ഷമയെക്കുറിച്ച് ബോധേഡാവുക, മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ക്ഷമയെക്കുറിച്ച് ബോധേഡാകുമ്പോഴാണ് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ക്ഷമിക്കാൻ ഒരു അവസരം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടുകൂടി ആ പ്രശ്നം അവസാനിക്കും. ഏത് കാര്യത്തിലാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെയും നമ്മൾ അവിടെ ദേഷ്യപ്പെടുമ്പോ എന്താ സംഭവിക്കുക? ആ തീയിലോട്ട് തന്നെ വെളിച്ചെണ്ണ, പെട്രോൾ ഒഴിക്കുന്നതിന് സമാനമാണ് നാം പിന്നെയും അടി കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കി ക്ഷമിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, നിമിത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഇന്നമ സ്വബ്റു ഇൻദ സ്വദമത്തിൽ ഊല. ക്ഷമ എന്ന് പറഞ്ഞാൽ
ഒരു കാര്യത്തിന്റെ തുടക്കത്തിലായിരിക്കണം ക്ഷമ ഉണ്ടാവുന്നത്. നാമൊക്കെ ക്ഷമയെക്കുറിച്ച് ബോധേടാണ്, ക്ഷമയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരാണ്. എന്നാൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടായിട്ട് ലാസ്റ്റത്തെ മൊമെന്റിൽ ഓക്കെ ഞാൻ ക്ഷമിക്കുന്നു, വിട്ടേക്ക് പോവാന്നുള്ള നിലക്ക് അങ്ങനെയല്ല. ഒരാൾ എത്രത്തോളം ഈഗോ സപ്രസ് ചെയ്യാൻ പറ്റുന്നോ, ഡൗൺ ടു എർത്തായിട്ട് നിൽക്കാൻ പറ്റുന്നോ, താഴ്മയോടെ നിൽക്കാൻ പറ്റുന്നോ, അത്രത്തോളം ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റും. അപ്പോ ആ ക്ഷമ ഏതൊരു പ്രശ്നത്തിന്റെയും തുടക്കത്തിൽ തന്നെ ആയിരിക്കണം. അല്ലാതെ പ്രശ്നം തുടങ്ങി പകുതിയൊക്കെ ആയി കഴിഞ്ഞതിന്റെ ശേഷം ആയിരിക്കരുത് ക്ഷമ ഉണ്ടാകുന്നത്. കാരണം ആ ക്ഷമ കൊണ്ട് ഉപകാരമില്ല. അപ്പോ ക്ഷമിക്കേണ്ടത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് തന്നെ, തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നമ്മൾ ക്ഷമയെക്കുറിച്ച് ബോധേടായിരിക്കുന്ന സമയത്ത് മൗനം പാലിച്ചുകൊണ്ട് ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമുക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വേറൊരു കാര്യം കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലൈസ അശ്ശദീദു ബിസ്സുർഅ ഇന്നമ അശ്ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. വേഗതയുള്ളവനല്ല, ശക്തിയുള്ളവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ, മല്ലനല്ല യഥാർത്ഥത്തിൽ ശക്തൻ. ഇന്നമ അശ്ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം വരുന്ന സമയത്ത് ആർക്കാണോ അവന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്, അവന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്, അവനാണ് ശക്തൻ, അവനാണ് മല്ലൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ ഈ ക്ഷമയെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് വിഷയം. അത് നിരന്തരമായ പ്രാക്ടീസ് തന്നെയായിരിക്കാം അതിന് ഏറ്റവും ഉദാത്തമായ വഴി. അല്ലാതെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് എല്ലാം ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും നമുക്ക് ഈ ക്ഷമ പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഈ ക്ഷമിക്കാനുള്ള ക്ഷമ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നമുക്ക് വേണ്ട കാര്യം, നാം നമ്മളെ മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ളവരെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുക. ഉദാഹരണത്തിന്, ഒരു അടി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ വാക്കുതർക്കം സംഭവിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ ബോധതലത്തിൽ നമുക്ക് ഉദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോ നമ്മുടെ മറുപക്ഷത്ത് നിൽക്കുന്ന ആളെ മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്താണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുക. അപ്പൊ മറുപക്ഷത്ത് നിൽക്കുന്ന ആളെ മനസ്സിലാക്കാൻ എങ്ങനെയാ നമുക്ക് സാധിക്കുക? അതിന് എങ്ങനെയാ സാധിക്കുക ചോദിച്ചാൽ അറിയില്ല. എനിക്ക് എന്നാലും ഒരു വഴിയായി തോന്നുന്നത് വായന ഒരു തരത്തില്, അതായത് സൈക്കോളജി പഠിക്കുന്നത് മനുഷ്യര് മനസ്സിലാക്കാൻ നമുക്ക് ഏറെ സഹായകമാകും. അതിനുപരി വായന നമുക്ക് മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കാൻ ഏറെ സഹായകമാകും. അപ്പോ വായന ഒരു ശീലമാക്കി കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കാൻ വളരെ ഉപകാരമാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത്, നാം ദേഷ്യക്കാരാണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും, അല്ല ദേഷ്യമില്ലാത്ത കുറവായ ആൾക്കാരുണ്ടാവും മറ്റൊരാളെ സംബന്ധിച്ച്. അവിടെയൊക്കെ വിഷയം വരുന്നത് ക്ഷമ എന്നുള്ള സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പരിശ്രമിച്ചുകൊണ്ട് ക്ഷമയെക്കുറിച്ച് നാം ഇങ്ങനെയൊക്കെ പഠിച്ച സമയത്ത് ക്ഷമയെക്കുറിച്ച് എത്രയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കാൻ വേണ്ടി തയ്യാറാവുക. അങ്ങനെ ഓരോ പ്രശ്നങ്ങളെയും അതിന്റെ മുളയിലെ തന്നെ നുള്ളിക്കളയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയൊരു കാര്യം കൂടി നാം മനസ്സിലാക്കുക ക്ഷമയെക്കുറിച്ച് പറയുന്ന സമയത്ത്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയെങ്കിലും അടുക്കിൽ നിന്ന് ഖൈറിനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നാം അത് മനസ്സിലാക്കുക. അങ്ങനെ ഓരോ വരുന്ന കാര്യങ്ങളെയും അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. അപ്പോ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഈ കാലിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് മതം എന്തിനാണ്, ദൈവം എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. അതായത് മതവും ദൈവവും ഒക്കെ എന്തിനാ
നാം എന്തെങ്കിലും ചെയ്യുന്നോ ഇല്ലയോ എന്ന് മറ്റു നിയമങ്ങൾ എന്താക്കുകയില്ല, നമ്മളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയില്ല. നമ്മുടെ ഒറ്റക്കാകുന്ന സാഹചര്യത്തിൽ നമ്മളെ തെറ്റിൽ നിന്നും മാറ്റി നിർത്തുന്നത് കേവലം നമ്മുടെ അള്ളാഹുവിൽ നിന്നുള്ള, അള്ളാഹു നമ്മളെക്കാളും ശക്തനായ ഒരാൾ ഉണ്ട് എന്നുള്ളതും അവന്റെ സൃഷ്ടികളാണ് നാമൊക്കെ എന്നുള്ള ആ ഒരു ബോധതലത്തിൽ നിന്ന് കൊണ്ട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു ധർമ്മബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണെന്നും പരീക്ഷണത്തെ മാത്രം കാണാതിരിക്കുക. നമുക്ക് പരീക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ അതിനിപ്പുറം എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ സ്വാഭാവികമായും നമുക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് പോകുമ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങൾ അത്ര പ്രശ്നങ്ങളായി തോന്നുകയില്ല. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തന്നെ അതിന് നമുക്ക് ക്ഷമിക്കാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, മുഅ്മിനിലേക്ക് എന്ത് വന്നാലും ഖൈറാണ്. സന്തോഷം വന്നാല് അവൻ അള്ളാഹുവിന് ഹംദ് പറയും, അവനക്ക് വിഷമം വന്നാല് അവൻ ക്ഷമിക്കും. അതായിരിക്കണം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അവന് ഉടനീളം കൊണ്ടു നടക്കേണ്ട അവന്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നിയ്യത്തിനെ ശുദ്ധീകരിച്ച് ചെയ്തു പോകുന്ന ഓരോ തെറ്റുകളിൽ നിന്നും മുക്തമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ അള്ളാഹുവിന് വേണ്ടി എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം എന്തെങ്കിലും? എങ്ങനെ കേട്ടില്ല? ക്ലാസ് കേട്ടു. ആ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.